പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ 8ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്ന്, നിങ്ങളുടെ സൗമ്യത എന്ത് ചെയ്യണം? സകല മനുഷ്യരും അറിയണം. അപ്പം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. 1. 2, നമ്മൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. 3, 6 വാക്യം പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവിലെയും ക്രിസ്തുവേശുവിൽ കാക്കുമെന്ന്. അപ്പോൾ സമാധാനത്തോടുകൂടി സന്തോഷകരമായ ഒരു ഹൃദയത്തോടുകൂടെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യും? സ്തോത്രത്തോടുകൂടി ദൈവത്തിൽ അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. ഇന്ന് നമ്മുടെ സൗമ്യത അല്ലെ സകലും അറിയുന്നുണ്ട്. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നൊരു പാട്ടുണ്ടല്ലേ, പക്ഷെ ഇന്നത് ഇത്തിരി സ്ട്രോങ് ആയി പാടി ഇതുപോലത്തെ ഒരു ജാതി ഉണ്ടോന്ന് ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം നമ്മുടെ സൗമ്യതയൊക്കെ വെളിപ്പെട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങള് പലയിടങ്ങളിലും ഇവിടെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോ അയാൾ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ അതിരുമാന്തി കന്തോസാറിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ മദ്യപിച്ചാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് വിശ്വാസികളെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് അതമ്പതിച്ച ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്കായി മാറിക്കഴിഞ്ഞു. കുടിച്ചുമൊക്കെ മദ്യപിച്ചും വന്ന് തെറിയും പറഞ്ഞ് അല്ലേ, സഭയിൽ വന്നാൽ എന്ത് ചെയ്യും? അന്യഭാഷ പറയും, വീട്ടിൽ ചെന്നാൽ അന്യായ ഭാഷ പറയും. അപ്പൊ ഇങ്ങനെയുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കായി മാറി. ജഡീകന്മാർ സഭയെ ഭരിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിത്തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സൗമ്യത, നമ്മുടെ സൗമ്യത എന്ത് ചെയ്യണം? എല്ലാവരും അറിയണം. അതിലൊരു ഒരുക്കം ആവശ്യമാണ്. മോശ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാ, പക്ഷെ 40 വർഷം ദൈവം അവനെ ഇരുത്തി പഠിപ്പിച്ച് അവൻ അതിസൗമ്യനായിരുന്നു എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ സൗമ്യത നമുക്ക് ആവശ്യമാണ്.